കോൺക്ലേവിന്റെ ആദ്യ ദിനത്തിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായില്ല. സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ നിന്ന് കറുത്ത പുകയാണ് ഉയർന്നത്. 100 കോടിയിലേറെ കത്തോലിക്ക വിശ്വാസികളാണ് തങ്ങളുടെ പ്രിയ തലവനെ തെരഞ്ഞെടുക്കുന്നത് കാത്ത് വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവത്തിലാണ് കോൺക്ലേവിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനാവാതെ വന്നതോടെ ഇന്നും വോട്ടെടുപ്പ് തുടരും. പാപ്പയെ തെരഞ്ഞെടുത്താൽ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരും. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ 133 കർദിനാൾമാരാണ് വോട്ടവകാശ പട്ടികയിലുള്ളത്. ഇവരെല്ലാം 80 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. കോൺക്ലേവിലെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്തു പറയില്ല എന്ന് ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ബുധനാഴ്ച ഒരു തവണയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബാലറ്റ് പേപ്പറുകളിൽ മാർപ്പാപ്പയാവാൻ തങ്ങൾ ആഗ്രഹിക്കുന്ന കർദിനാളിന്റെ പേര് ഓരോരുത്തരും എഴുതും. വ്യാഴാഴ്ച മുതൽ ദിവസേന 4 തവണ വോട്ടെടുപ്പ് നടക്കും. കഴിഞ്ഞ മാസം അന്തരിച്ച ഫ്രാൻസിസ് പാപ്പയെ 2ാം ദിവസം അവസാന വോട്ടെടുപ്പിലാണ് തെരഞ്ഞെടുത്തത്. ആർക്കെങ്കിലും നിശ്ചിത ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ കോൺക്ലേവ് തുടരണമെന്നാണ് നിയമം. കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലുള്ള വിശ്വാസികളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ബെസേലിയോസ് ക്ലീമസ് കാത്തോലിക്ക ബാവയും ജോർജ് ജേക്കബ് കൂവക്കാടും അടക്കം 4 കർദിനാൾമാർ ഇന്ത്യയിൽ നിന്ന് കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെ ദിവ്യബലിക്ക് ശേഷമാണ് കർദിനാൾമാർ കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തിയത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ധ്യാന പ്രസംഗത്തിന് ശേഷമാണ് ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് നടന്നത്. അതിൽ കറുത്ത പുക ഉയർന്നതോടെ വ്യാഴാഴ്ച വോട്ടെടുപ്പിലാകും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് തുടക്കം കുറിക്കുന്ന നടപടിക്രമങ്ങളിൽ മലയാളിയായ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനാണ് പ്രധാന ചുമതല. കോൺക്ലേവിന്റെ വിവരങ്ങൾ ചോരാതിരിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സിസ്റ്റൈൻ ചാപ്പലിനു ചുറ്റും ജാമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ആശയവിനിമയത്തിനും കർദിനാൾമാർക്ക് വിലക്കുണ്ട്. വോട്ടുകൾ എണ്ണുന്ന 3 കർദിനാൾമാർ, അനാരോഗ്യം കാരണം സന്നിഹിതരാകാൻ കഴിയാത്തവരിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്ന 3 കർദിനാൾമാർ, വോട്ടെണ്ണലിന്റെ കൃത്യത പരിശോധിക്കുന്ന 3 കർദിനാൾമാർ എന്നിവരെയാണ് മാർ ജോർജ് കൂവക്കാട് തെരഞ്ഞെടുത്തത്. കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലെ വാതിലുകൾ തുറക്കുന്നതും അടക്കുന്നതും മാർ കൂവക്കാടിന്റെ മേൽനോട്ടത്തിലാവും. സിസ്റ്റൈൻ ചാപ്പലിൽ സ്ഥാപിച്ച ചിമ്മിനിയുടെ വെളുത്ത പുക ഉയരുന്നത് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ. ഇതിനായി പ്രത്യേക പ്രാർത്ഥനകളും വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ സിസ്റ്റൈൻ ചാപ്പലിൽ ഇപ്പോൾ കോൺക്ലേവ് പങ്കെടുക്കുന്ന കർദിനാൾമാർ ഒഴികെ ആർക്കും പ്രവേശനമില്ല. സിസ്റ്റൈൻ ചാപ്പലിന് സമീപമുള്ള സാന്താ മാർത്തയിലാണ് കർദിനാൾമാർ താമസിക്കുന്നത്.